ഹലോ വെൽക്കം ലൈഫ് സ്റ്റൈൽ മലയാളം. ഇന്ന് ഞാൻ പെർഫ്യൂം ഓയിലും തമ്മിലുള്ള ഡിഫറൻസസ് പറയാം. എൻ്റെ അടുത്ത് പലരും ചോദിക്കാറുണ്ട്, നിങ്ങൾ ഇത് രണ്ടും തമ്മിലൊരു ഡിഫറൻസസ് പറയോ, ഏത് വാങ്ങിക്കുന്നതാണ് നല്ലത്, ഇതിൻ്റെയൊക്കെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും എന്താണ് എന്നുള്ളതൊക്കെ. സോ ഞാനതൊക്കെ എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ പറയാം. എൻ്റെ ഒരു എക്സ്പീരിയൻസ് നമ്മൾ എവിടെ നോക്കിയിട്ട് റെഫർ ചെയ്തിട്ടൊന്നുമല്ല, ഫ്രം അവർ ഓൺ എക്സ്പീരിയൻസ് എന്താണ് എന്നുള്ളത്. ഓക്കെ, നമ്മൾ പറയുകയാണെങ്കിൽ പെർഫ്യൂം എന്ന് പറയുമ്പോൾ പെർഫ്യൂം തന്നെ നമുക്ക് ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്. ഒന്ന് പെർഫ്യൂമായിട്ട് വരുന്ന സാധനം, അതായത് ചിലർ പ്യുവർ പെർഫ്യൂം എന്ന് പറയും, അല്ലെങ്കിൽ പെർഫ്യൂം എന്ന് പറയും, എക്സ്ട്രാക്റ്റീവ് പെർഫ്യൂം എന്ന് പറയും, എലിക്സിർ എന്ന് പറയും. അതായത് ഹൈലി കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള 25% ലെവലിലൊക്കെ അങ്ങോട്ട് പോകുന്നത്, അതായത് 20ന്റെ എബോവ് വരുന്നത്, അതിനെ നമ്മൾ പെർഫ്യൂം എന്ന് പറയും. അതാണ് കുറച്ച് ഹൈലി കോൺസെൻട്രേറ്റഡ് ആയിട്ട്. ചിലർ അതിൽ 40% വരും, 50% വരും, അങ്ങനെയൊക്കെ വന്നിട്ടുള്ള കണ്ടിട്ടുണ്ട്. ഓക്കെ, അത് നമ്മൾ പെർഫ്യൂം. പിന്നെ അതിൽ തന്നെ ഓഡർ പെർഫ്യൂം ഉണ്ട്, അതൊരു 16 to 20 വരുന്നത്. പിന്നെ ഓഡർ ടോയ്ലറ്റ് ഉണ്ട്, അതൊരു 10 to 15 വരുന്നത്. അതിൻ്റെ താഴെ പിന്നെ കൊളോൺ ഉണ്ട്, 10 to 15 അല്ല, 5 to 15 വരുന്നത്. അതിൻ്റെ താഴെ കൊളോൺ ഉണ്ട്, ഒരു 2 to 5 ഒക്കെ വരെ വരുന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ വേറൊരു സാധനം ഉണ്ട്, അതിൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിഞ്ഞോളൂ, അത് നമ്മളങ്ങനെ കാണാറില്ല പെർഫ്യൂംസിൽ. പിന്നെ സാധാരണ ഡിയോഡറൻറ്റ്. ഓക്കെ, അതാണ് പെർഫ്യൂംസ്. സോ ഈ പെർഫ്യൂംസിൽ ഈ ബാക്കി വരുന്ന സാധനം എന്താണെന്ന് ചോദിച്ചാൽ, അതായത് ഇപ്പോൾ 20% ആണ് ഇതിൽ പെർഫ്യൂം കണ്ടന്റ് എന്നുണ്ടെങ്കിൽ ബാക്കി എന്തായിരിക്കും? ബാക്കി അതിൽ ഒന്ന് പെർഫ്യൂം ഗ്രേഡ് എത്തനോൾ ഉണ്ടാവും. ഓക്കെ, പിന്നെ വേറെയുള്ള ഇൻഗ്രീഡിയൻസ്, അതായത് പെർഫ്യൂമിന്റെ ഫ്രാഗ്രൻസ് ബൂസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന സാധനങ്ങൾ, അതാണ് പിന്നീട് ഉണ്ടാവുക. അതാണ് പെർഫ്യൂം. ഇനി പെർഫ്യൂം ഓയിൽസ് പറയുകയാണെങ്കിൽ, പെർഫ്യൂം ഓയിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവുക ഒന്ന് സാധാരണ പെർഫ്യൂം ഓയിലുകൾ അല്ലെങ്കിൽ അത്തറുകളൊക്കെ ഒന്ന്. ഇനി അടുത്തൊരു സാധനം കോൺസെൻട്രേറ്റഡ് പെർഫ്യൂം ഓയിൽസ് എന്ന് പറഞ്ഞിട്ടും കാണാറുണ്ട്. ചില UAE എന്നൊക്കെ വരുന്ന പെർഫ്യൂം ഓയിൽസിൽ കോൺസെൻട്രേറ്റഡ് പെർഫ്യൂം ഓയിൽ എന്ന് പറയും. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ അതിൽ വേറെയും ഇൻഗ്രീഡിയൻസ് ഉണ്ടാവും. അതിൽ മറ്റേ ഡൈപ്രോപ്പൈലൈൻ ഗ്ലൈക്കോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ അതിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും എക്സ്ട്രാ ആയിട്ട്. എന്നിട്ട് പെർഫ്യൂമിനെ ഒന്ന് ഡൈലൂട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതാണ് പെർഫ്യൂം ഓയിൽസ്. അപ്പോൾ പെർഫ്യൂം ഓയിൽസ് എന്ന് പറഞ്ഞാൽ അത് പ്യുവർ 100% പെർഫ്യൂം ഓയിലാണ് എന്ന് കരുതരുത്. അതിൽ അങ്ങനെ 100% വരുന്ന സാധനങ്ങളും ഉണ്ട്, വരാത്ത സാധനങ്ങളും ഉണ്ട്. അത് പ്രൈസ് കൂടുന്നതിനനുസരിച്ച് നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഒട്ടും മിക്സ് ഇല്ലാതെ നല്ല രീതിയിൽ വന്നതായിരിക്കും. ഈ പെർഫ്യൂം ഓയിൽസ് മേക്ക് ചെയ്യുന്നതും ഈ കുറേ എസെൻഷ്യൽ ഓയിൽസ് വെച്ചിട്ടാണ്. എസെൻഷ്യൽ ഓയിൽസ് എന്ന് പറയുമ്പോൾ അത് നാച്ചുറലി ഉള്ളതുണ്ട്, അല്ലാതെ സിന്തറ്റിക് ആയിട്ടുള്ളതുണ്ട്. മോസ്റ്റ്ലി സിന്തറ്റിക് ആയിട്ടുള്ള എസെൻഷ്യൽ ഓയിലുകളുടെ ഒരു കോമ്പിനേഷൻ എടുക്കുന്നതാണ്, അതിൻ്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട്. അങ്ങനെയാണ് ഈ പെർഫ്യൂം ഓയിൽസ് മേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ പെർഫ്യൂം ഓയിൽസ് അതിങ്ങനെ ഒരു ഫോർമുല വെച്ച് മേക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ട് പിന്നീട് ചിലർ അതിന് ലൈറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ എന്തെങ്കിലും സംഗതികൾ അതിൽ ആഡ് ചെയ്തിട്ട് അതിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് എടുക്കും. ഓക്കെ, എക്സ്റ്റെൻഡ് ചെയ്യുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. പക്ഷേ ചിലർ കൂടുതലായിട്ട് അതിൽ മിക്സിങ് നടത്തും. ഞാൻ കണ്ടിട്ടുണ്ട് ചില ആളുകൾ ചെയ്യുന്നത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പം എന്താ വെച്ചാൽ പിന്നെ ഇതിൻ്റെ പെർഫോമൻസ് നല്ലോണം പോകും. അപ്പോൾ അതുകൊണ്ട് പെർഫ്യൂം ആണോ പെർഫ്യൂം ഓയിൽ ആണോ നല്ലത് ചോദിക്കുമ്പോൾ ഒറ്റയടിക്ക് പെർഫ്യൂം ഓയിലാണ് നല്ലതെന്ന് പറഞ്ഞാൽ മിക്സ് ചെയ്യാത്ത, അതായത് നല്ല നല്ല ക്വാളിറ്റി ഉള്ള പെർഫ്യൂം ഓയിൽ ആണെങ്കിൽ ഡെഫിനറ്റ്ലി പെർഫ്യൂം ഓയിലാണ് നല്ലത്. അതല്ല പെർഫ്യൂം ഓയിലാണ് നല്ലതെന്ന് പറഞ്ഞിട്ട് അതിൽ പെർഫ്യൂം ഓയിലിൻ്റെ കണ്ടന്റ് വളരെ കുറവും ബാക്കി ഫുള്ള് ഈ എക്സ്ട്രാ ആയിട്ട് വരുന്ന സാധനങ്ങളാണെങ്കിൽ അതിൽ ലോജിക്കൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കണ്ണുമടിച്ച് പറയാൻ പറ്റൂല പെർഫ്യൂം ഓയിലാണ് നല്ലത് എന്നുള്ളത്. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും പറയുകയാണെങ്കിൽ, ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ പെർഫ്യൂംസ് ആണെങ്കിൽ നമുക്ക് അതിൻ്റെ നോട്ട്സ് കറക്റ്റായിട്ട്, അതായത് ഞാൻ ഒരേ സാധനം പെർഫ്യൂമായിട്ടും പെർഫ്യൂം ഓയിലായിട്ടും യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരേ ഫ്രാഗ്രൻസ് ഒരേ സാധനത്തിൽ തന്നെ. ഇപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ കുറച്ച് ഒരു മസ്കരി ജാലിൻ്റെ ഓയിൽ കിട്ടി, ഞാൻ അതിനെ പെർഫ്യൂമായിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പം അതെന്തിനാന്ന് വെച്ചാൽ എനിക്ക് എപ്പോഴും പ്ലീസിങ് ആയിട്ട് തോന്നിയിട്ടുള്ളത് പെർഫ്യൂം അപ്ലൈ ചെയ്യാനാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പെർഫ്യൂം ആകുമ്പോൾ ഒന്ന് നോട്ട്സ് നല്ല പക്കായിട്ട് അതിൻ്റെ നോട്ട്സ് നമുക്ക് പെർഫ്യൂമിൽ കിട്ടുന്നുണ്ട്. പെർഫ്യൂം ഓയിലാവുമ്പോൾ അത് അവിടെ ഇങ്ങനെ പതിഞ്ഞ് നിൽക്കുകയാണ്. അതിന് ലോഞ്ചിവിറ്റി ഉണ്ട്, പക്ഷെ പ്രൊജക്ഷൻ ഇല്ല. പെർഫ്യൂം ഓയിലുകൾ മിക്കതും പ്രൊജക്ഷൻ കുറവാണ്. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പറയാണ്. എതിരഭിപ്രായമുള്ളവരുണ്ടാവും, ചിലർ ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ പറയും അങ്ങനെയല്ല ഇങ്ങനെ എന്നൊക്കെ കരുതുന്നവരുണ്ടാവും. കരുതിക്കോളൂ, ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിലൊന്നും ഇതൊക്കെ അവനവൻ്റെ എക്സ്പീരിയൻസിനെ പറയാൻ പറ്റുള്ളൂ, അല്ലാതെ ഇത് എവിടെയും ആരും എഴുതി വെച്ച കാര്യങ്ങളൊന്നുമല്ല. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ആയേക്കാം, നിങ്ങൾക്ക് നിങ്ങളുടെ ശരി, എനിക്ക് എൻ്റെ ശരി, അത്രേ ഞാൻ പറയുന്നുള്ളൂ. അതാ ഞാൻ ആദ്യം പറഞ്ഞത്, എൻ്റെ എക്സ്പീരിയൻസ് എന്നാണ്. കാരണം ഇത് രണ്ട് ഒപ്പീനിയൻസ് വരും. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പെർഫ്യൂം ആണെങ്കിൽ
പെർഫ്യൂമിന് പ്രൊജക്ഷൻ കൂടുതലാണ്. പിന്നെ നോട്ട്സ് കാര്യങ്ങളൊക്കെ നമുക്കൊന്നുകൂടി എൻജോയബിൾ ആയിട്ട് തോന്നുക പെർഫ്യൂമിലാണ്. പെർഫ്യൂം ഓയിലാണെങ്കിൽ ഉള്ള ഒരു ബെനിഫിറ്റ് എന്താ വെച്ചാൽ, പെർഫ്യൂം ഓയിൽ കുറച്ച് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണെങ്കിൽ, മിക്സഡ് അല്ല, മിക്സിങ് വന്നതല്ല, നല്ലതാണെങ്കിൽ അത് തേച്ച് കഴിഞ്ഞാൽ ആ ഫ്രാഗ്രൻസ് അവിടെ കുറേ സമയം ഉണ്ടാവും. കുറേ സമയം എന്ന് പറഞ്ഞാൽ ചിലത് നമ്മൾ മോർണിംഗിൽ അപ്ലൈ ചെയ്താൽ നെക്സ്റ്റ് ഡേ മോർണിംഗിൽ ആ ഡ്രസ്സ് എടുത്ത് നോക്കിയാലും പെർഫ്യൂം ഓയിലിൻ്റെ ഫ്രാഗ്രൻസ് അത് അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ പെർഫോമൻസ് ലോഞ്ചിവിറ്റിയാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ വിത്ത് പെർഫ്യൂം ഓയിൽ. അതല്ല പ്രൊജക്ഷനാണ് നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങൾ അപ്ലൈ ചെയ്ത സാധനം നാലാൾ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പെർഫ്യൂം എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ പിന്നെ ഞാൻ കണ്ട ഒരു പെർഫ്യൂമിലുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ, പെർഫ്യൂം നമുക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്ത് പോകാൻ പറ്റും. പെർഫ്യൂം ഓയിൽ ആവുമ്പോൾ അത് കറക്റ്റ് സ്പോട്ടിലല്ല അപ്ലൈ ചെയ്തതെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ ഒരു ഷർട്ടിലാണെങ്കിൽ ഞാൻ ഇവിടെ വന്നിട്ട് പെർഫ്യൂം അപ്ലൈ ചെയ്യാം, പക്ഷേ ഇവിടെ പെർഫ്യൂം ഓയിൽ അപ്ലൈ ചെയ്താൽ അതും കുറച്ച് കട്ടിയായിട്ടുള്ള ഓയിലൊക്കെ ആണെങ്കിൽ ഇവിടെ ആ ഒരു കളർ ഉണ്ടാവും. അപ്പോൾ പെർഫ്യൂം ഓയിലിന് നമ്മൾ കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ അതിൽ നിന്ന് നമുക്ക് പണി കിട്ടും. ഓക്കെ, അപ്പോൾ നല്ലൊരു ഡ്രസ്സിൽ, ഒരു വൈറ്റ് ഡ്രസ്സിൽ നേരെ കൂടെ, ഞാനൊക്കെ സ്കൂളിൽ പോയിരുന്ന കാലത്ത് മറ്റേ ചില അന്ന് യൂസ് ചെയ്തിരുന്ന പെർഫ്യൂം ഓയിൽ ഏതായിരുന്നു, ആ ഗ്രീൻ കളറുള്ള ജന്നത്തുൽ ഫിർദൗസ്. അത് ഫാദർ ഈ സ്വിസ് അറേബ്യൻ്റെ അത് ഗൾഫിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ അത് ജസ്റ്റ് ഒരു റോള് തേച്ചാൽ ആ ഒരു പച്ച ലൈനുകൾ ഉണ്ടാവും. അപ്പോൾ അത് പോകണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 2-3 വാഷ് കഴിയണം, എന്നാലും ഇത് പോകുള്ളൂ. അപ്പോൾ അതുവരെ ആ ലൈന് വെച്ചിങ്ങനെ നടക്കുക. അപ്പോൾ അത് അറിയാത്ത കാലത്ത് നമ്മൾ ചെയ്തു പോകണം. പക്ഷേ പെർഫ്യൂം ആണെങ്കിൽ ആ പ്രശ്നങ്ങളില്ല, നമുക്ക് എവിടെയും അപ്ലൈ ചെയ്യാം. അപ്പോൾ ഒരു ചോദ്യം ഉണ്ടാവും, ഇനി പെർഫ്യൂം ഓയിൽ എങ്ങനെ അപ്ലൈ ചെയ്യും എന്നുള്ളത്. പെർഫ്യൂം ഓയിൽ ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഈസിയസ്റ്റ് വേ ഒന്നെങ്കിൽ ഇതാ ഇവിടെ ഈ കോളറിൻ്റെ താഴെ, അല്ലെങ്കിൽ ഇവിടെ ഈ ഒരു ഗ്യാപ്പിൽ അങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ കൈയിൻ്റെ പൾസിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ റബ്ബ് ചെയ്തിട്ട് അങ്ങനെ ഡ്രസ്സിൽ തേക്കുക. ഒരിക്കലും ചില ആൾക്കാർ ചെയ്യുന്നൊരു പരിപാടിയാണ്, ഇവിടെ തേക്കൂട്ടോ, ഞാൻ ചില ഷോപ്പുകളിലൊക്കെ കണ്ടിട്ടുണ്ട്, ജസ്റ്റ് ഇവിടെ തേക്കും, എന്നിട്ട് ഇങ്ങനെ വെച്ച് ഒരഞ്ഞ് തൊലി പോകുന്നവരെ ഒരഞ്ഞിട്ട് ഇങ്ങനെ നോക്കും സ്മെല്ലുണ്ടോ. അത് ഒരു ജസ്റ്റ് അങ്ങനെ ഒരു ചെറിയ റബ്ബൊക്കെ ഓക്കെ, ആ ഒരു മേലത്തെ ആ ഒരു ഇത് കുത്തൽ പോകാൻ വേണ്ടിയിട്ട്. ഇത് കിടന്ന് ഉരച്ച് ഇത് ഉരച്ച് കളയാനാണെങ്കിൽ പിന്നെ തേക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് ഞാൻ എപ്പോഴും കരുതുന്നത്. അപ്പോൾ ആ പണി ചെയ്യരുത്. പെർഫ്യൂം ഓയിൽ യൂസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തട്ടിച്ചിട്ട് എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ തേച്ച് പോകാം. അങ്ങനെ യൂസ് ചെയ്താൽ പെർഫ്യൂം ഓയിൽ നിങ്ങൾക്ക് കുറേ സമയം നിൽക്കും. പെർഫ്യൂം ആണെങ്കിൽ കൂടുതൽ പ്രൊജക്റ്റ് ചെയ്യും, നോട്ട്സും കാര്യങ്ങളൊക്കെ കറക്റ്റ് നമുക്ക് മനസ്സിലാക്കും. പെർഫ്യൂം ഓയിലാണെങ്കിൽ കൂടുതൽ ലാസ്റ്റ് ചെയ്യും. പിന്നെ എന്താ പറയുക, അത് നല്ല സ്ട്രെങ്ത് ഉണ്ടായാലും പെർഫ്യൂം ഓയിലിനാണ് പെർഫ്യൂമിനേക്കാൾ. ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.